മഞ്ചേരിയുടെ പരിസരത്ത് വെച്ച് ഒരു കോൺക്രീറ്റ് വാഹനം മറിയുകയും ആ കോൺക്രീറ്റ് വാഹനത്തിലുള്ള 28ഓളം വരുന്ന ഹിന്ദി വാർപ്പിന്റെ തൊഴിലാളികൾ അതിന്റെ അടിയിൽപ്പെടുകയും അവരെല്ലാം കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന ബസ്സിലാണ് കൊണ്ടുവരുന്നത്. അഥവാ കോഴിക്കോട് റോഡിൽ ഓടുന്ന ബസ്, അതിലുള്ള ആളുകളെല്ലാം ഇറക്കി മാറ്റിയിട്ട് ആ ബസ്സിലേക്ക് ഈ രോഗികളെ മുഴുവൻ വലിച്ചു കയറ്റി മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ വന്നപ്പോൾ ആരുമില്ലാത്ത സമയം എത്രയോ ആളുകൾ വന്ന് കിടക്കുന്നു. ഇവരെല്ലാം നമ്മളെ പഞ്ചസാര ചാക്കും മൈദച്ചാക്കൊക്കെ പുറത്ത് വെച്ച് പോകുന്ന മാതിരി കാഷ്വാലിറ്റിന്റെ ടേബിളിൽ കൊണ്ടിട്ടു. എല്ലാ ആളുകളും റെഫർ ചെയ്തു. അവസാനം 3 പേരെ റെഫർ ചെയ്യാൻ വാഹനമില്ല, ഒരൊറ്റ വണ്ടിയുള്ളൂ, സാന്ത്വനത്തിന്റെ ആംബുലൻസ്. 2 ഭാഗത്തും ഒരാളെയും നടക്കുന്ന വഴിയിൽ ഒരാളെയും കിടത്തി. ഈ വാഹനം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നവേ പുളിക്കലിൽ വെച്ച് നമ്മുടെ വണ്ടി ആക്സിഡന്റ് പറ്റു. നമ്മളെ വണ്ടി കൂൾബാറിലൂടെ കയറി ഇറങ്ങി. എന്റെ ശരീരത്തിലുള്ള ബ്ലഡ് എല്ലാം കണ്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ നോക്കിക്കോളാം. ആ വണ്ടിയും കൊണ്ട് ഞാൻ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. എല്ലാവരെയും ഇറക്കി പോരുന്നവേ 2 പേർ അതിൽ നിന്ന് മരണപ്പെട്ടു ആ ആക്സിഡന്റിൽ നിന്ന്. ഈ 2 പേരെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാമ്പത്തികമായിട്ടില്ല എന്ന് പറയുകയും അതിലൊരു വണ്ടി, നമ്മുടെ വണ്ടി തട്ടിയ വണ്ടി കൊണ്ട് ഞാൻ പോകാമെന്ന് ഏൽക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആ വണ്ടിയിലേക്ക് കയറ്റിയപ്പോൾ അതിന്റെ കുറച്ച് ആളുകൾ എന്നോട് ഇതിൽ 2 രോഗിനെയും കൂടി കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മൾ അതിന് വിരോധമല്ല, 2 രോഗിനല്ലേ നമുക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ ഒരു രോഗിനെ കൊണ്ടുവന്നപ്പം ബഹിരാകാശത്തെ ആൾക്കാർ പോണമായുള്ള രോഗി 2 കൈയും കെട്ടിക്കണ്, 2 കാലും കെട്ടിക്കണ്. ഇയാൾ എങ്ങനെ ഞാൻ അവിടെ കിടത്തും? ഒരു ഭാഗത്ത് ഫ്രീസർ. അങ്ങനെ ഞാൻ ഇയാളെ നമ്മുടെ സീറ്റിൽ കാല് നീട്ടിയിരുത്തിയിട്ട് ഇങ്ങനെ ഇരുത്തി. എത്ര ഇയാളോട് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചാലും ഇയാൾക്ക് ഭക്ഷണം വേണ്ട. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ജീവിച്ച് നടക്കുമ്പോൾ അഹങ്കരിക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കണം, നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം വരെ മറ്റൊരുത്തൻ വാരിത്തരേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നാൽ, അതിന്റെ മലമൂത്ര വിസർജനം വരെ വൃത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾ പട്ടിണി കിടക്കാൻ തയ്യാറാവും. ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടാത്തത്? അദ്ദേഹം എന്നോട് നിറകണ്ണുകളോടെ പറഞ്ഞു, ഭക്ഷണം കഴിച്ചാൽ ബാത്റൂമിലേക്ക് പോകാൻ പ്രയാസമുണ്ട്, കാരണം എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ ആവശ്യം മൂപ്പരോട് പറഞ്ഞു, എനിക്ക് അറിയുന്ന ഹിന്ദിയിലൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ, ബാത്റൂം അല്ലേ അത് ഇവിടെ വിഷയമാക്കണ്ട, അതിന് ഞാൻ റെഡിയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ സേലത്ത് വെച്ച് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. വിജയവാഡ വിശാഖപട്ടണത്തിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നു. ആ സമയത്ത് എന്താ അപ്പം ഞാനൊരു വിഷയം പറഞ്ഞെങ്കിലും ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വണ്ടിയിലേക്ക് കയറിയപ്പോൾ അപ്പൻ്റെ മനസ്സിലുള്ള ആലോചന, സാന്ത്വനത്തിന് ഇറങ്ങുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ആലോചന കിട്ടും. എനിക്ക് അപ്പട് തോന്നി, പഠിച്ച ഇയാൾക്ക് ഇപ്പം എങ്ങനെ ഞാൻ ബാത്റൂം എന്നൊരു പറഞ്ഞ് നോക്കുമ്പോൾ ഇയാളെ സീറ്റിന്റെ അടിയിലുണ്ട് ഇതിന്റെ സ്റ്റെപ്പിൻ്റെ. നമ്മളൊക്കെ വാഹനം ഓടിക്കുന്ന ആളുകളല്ലേ, വാഹനം കണ്ട ആളുകളല്ലേ. അതിന്റെ ടയറിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ടയറിന്റെ ഒരു ഭാഗം ഇങ്ങനെ ആണെങ്കിൽ മറ്റേ ഭാഗം കുണ്ടേകാരം. ശ്രദ്ധിച്ചിട്ടോ? ആ ടയർ ഞാൻ അങ്ങോട്ട് വലിച്ചെടുത്ത് കൗത്തനിട്ട് അപ്പോൾ കുണ്ടാണ്. വേസ്റ്റിന്റെ കീസ് അതിനൊക്കെ ഇങ്ങനെ വിരിച്ചു. അയാളെ 2 കാലും 2 കൈയും പിടിച്ച് അയാളെ എല്ലാം ഇങ്ങനെ ഇരുത്തി കൊടുത്തു. അയാൾ ഭംഗിയായിട്ട് അയാളുടെ മലമൂത്ര വിസർജനം അയാൾ നടത്തി. അപ്പോഴും അയാളുടെ മുഖത്ത് ഇങ്ങനെ നോക്കും, എന്താ പ്രശ്നം? കഴുകണ്ടേ? അത് ആര് കഴുകും? ഉള്ള ആളുകൾ മുഴുവൻ പേഷ്യൻ്റാണ്. ഞാൻ പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ വിഷയാക്കണ്ട എന്ന് പറയാം. നമ്മളെ വണ്ടിയിലുണ്ട് എനിക്ക് കന്നാസും വെള്ളമൊക്കെ അതെടുത്ത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ ആ ഭാഗമൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി കൊടുത്തപ്പം അയാൾ പൊട്ടെടുത്ത് കരഞ്ഞു. സാന്ത്വനം കൊണ്ട് കിട്ടുന്ന ഫലം അതാണ്. ഓരോ ഉമ്മമാരും ഓരോ ഉപ്പമാരും പൊട്ടിക്കരയുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും.